ഓരോ മുറിവും ഒരു പോർമുഖമാവും. വിജയത്തിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കാത്ത പോർമുഖം. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടം വരുമ്പോൾ മാത്രം പരസഹായം വേണ്ടിവരും. വൈദ്യരുടെ ഒറ്റമൂലികൾക്കും ഉഴിച്ചിലിനും പിഴിച്ചിലിനും അടിപ്പെടേണ്ടി വരും. ആ ഒറ്റമൂലികൾ അന്യദേശത്തു നിന്നും സഹായവുമായി എത്തുന്ന പടയാളികളെ പോലെയാണ്. അതിജീവന കലകളുമായി തോളോട് തോൾ ചേർന്ന് പൊരുതും. മുറിമുടങ്ങിയാൽ അവശേഷിക്കുന്നത് ചില അടയാളങ്ങൾ മാത്രമാവും. പോരൊഴിഞ്ഞ പോർമുഖം. അവ അഭംഗിയായി ആദ്യം തോന്നും, പിന്നെ അതും ശരീരഭാഗമാവും. യുദ്ധം പെയ്തിറങ്ങുന്ന ഓരോ പടനിലങ്ങളും ഭൂമിയിലെ മുറിവുകളാണ്. നഷ്ടമായ പച്ചപ്പും പുഷ്ടിയും തിരികെ വരാൻ എത്രയോ നാളുകൾ വേണം. അമ്മാവന്മാരും അച്ഛനുമൊക്കെ എപ്പോഴും പറയുന്നത് യുദ്ധത്തെക്കുറിച്ചാണ്. തൻ്റെ ഉള്ളിൽ നിറയുന്നതാകട്ടെ സമാധാനവും. യുദ്ധഭീതിയില്ലാത്ത, സമാധാനത്തോടെ കാലം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ എവിടെയെങ്കിലും ഉണ്ടാവുമോ? യുദ്ധമൊഴിഞ്ഞ നാട്, ചിരിക്കുന്ന മുഖങ്ങൾ, കലങ്ങാത്ത കണ്ണുകൾ. ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ആ ഒരാൾ, പിന്നെ മറ്റൊരാൾ, അങ്ങനെ 10 പേർ, 100 പേർ, 1000, 10000, സഹസ്ര കോടി മനുഷ്യർ. സകല ചരാചരങ്ങളും ശാന്തി മന്ത്രം ജപിക്കുന്ന നാട്. ഹിംസയില്ലാത്ത, ഭയമില്ലാത്ത നാട്.